and fly away with me. Come 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 and fly. Hi everyone, welcome to Tasty Barakat. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ഡിഷായ ഇറച്ചി ചോറാണ്. അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം ഇറച്ചി ചോറ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. എന്നിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 കഷ്ണം വലിയൊരു ഇഞ്ചി കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-15 അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ഗ്രീൻ ചില്ലി. ഇതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് പെപ്പർ 1 സ്പൂൺ, 2 സ്പൂൺ ഗരം മസാല, പിന്നെ 2 സ്പൂൺ സാൾട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈര്. ഇനി ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബീഫ് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 15 വിസിൽ വേവിക്കാം. ഇനി നമുക്കൊരു ചെമ്പിലേക്ക് 3 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മളിവിടെ ജയ റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ റൈസ് കഴുകിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗോളം വെന്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഇറച്ചിൻ്റെ ഗ്രേവിയിൽ കിടന്ന് വെന്തോളും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കുക്കറിൽ നിന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ, മല്ലിച്ചീര, പുതിന, പെരിഞ്ജീരകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെറ്റാക്കിയിട്ട് മൂടി വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് കംപ്ലീറ്റ് ആയി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ചട്നിയിലേക്ക് കിടക്കാം. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കുറച്ച് പുതിന, പിന്നെ കുറച്ച് മല്ലിയിലയും, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ ഇത്തിരി ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളകും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചി ചോറ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമ്മുടെ കൊച്ചിക്കാരുടെ ഒക്കെ മെയിൻ ഡിഷാണ് ഇറച്ചി ചോറ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ.